ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ലബനാനിന് നേരെ ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണത്തെ ഒരു തരത്തിലും ചെറുക്കുന്നുമില്ല അമേരിക്ക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ലബനാനെതിരായ യുദ്ധം അത് ഈ കരാറിൻ്റെ ഭാഗമല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ MCA നാസറിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. നാസർ, ഒരു തരത്തിലും അമേരിക്ക അതിനെ എതിർക്കുന്നുമില്ല. അതായത് ലബനാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം അത് ഈ കരാറിന്റെ ഭാഗമല്ല എന്ന് തന്നെയാണ് നിലവിൽ അമേരിക്ക എടുക്കുന്ന നിലപാട്. തീർച്ചയായിട്ടും മിനീഷ്, അതാണ് കൂടുതൽ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നത്. കാരണം ഇറാൻ നേതൃത്വം, ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നു, കരാറിൽ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ മുതൽ തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധിയാണത്. കാരണം ആക്രമണം നിർത്തുകയാണെങ്കിൽ അത് മേഖലയിലുടനീളം അത് നടപ്പാക്കണം. ഇസ്രായേലും അമേരിക്കയും ഒരു നിലയ്ക്കുള്ള സൈനിക നടപടിക്കും മുതിരരുത്. അങ്ങനെ മുതിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സമാനമായിട്ടുള്ള ഒരു സമീപനം തങ്ങളും സ്വീകരിക്കുമെന്നതായിരുന്നു ഇറാന്റെ പ്രഖ്യാപിത നിലപാട്. അത് കരാറിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് BBC-ക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് അത് കരാറിന്റെ ഭാഗമല്ല, ലബനാൻ മറ്റൊരു വേറിട്ട വിഷയം തന്നെയാണ്, അത് സെപ്പറേറ്റ് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു പ്രതികരണമാണ് ട്രംപ് നടത്തിയത്. പക്ഷേ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. കാരണം ലബനാനിൽ പിന്നിട്ട 39 ദിവസത്തിലധികമായി തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നത്, ഇസ്രായേലിനെ കൂടി ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണം എന്നത് അമേരിക്കയുമായി രൂപപ്പെടുത്തിയ കരാറിന്റെ വ്യക്തതമാണ്. അത് പാകിസ്ഥാന്റെ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇന്നലെ രാത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പിന്നെയും ഈ കരാർ അട്ടിമറിക്കുക അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഒരു നിലക്കുള്ള അമേരിക്ക അനുരഞ്ജനത്തിൽ പോകുന്നതിനെ തടയുക എന്ന കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നെതന്യാഹു ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് ഏർപ്പെട്ടത് എന്ന കുറ്റപ്പെടുത്തലും വിലയിരുത്തലുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് US-ന്റെ ഭാഗത്തുണ്ടായത് ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളിൽ 10 യുക്തിസഹമാണെന്ന് പറയുന്നുണ്ട് US. ഡൊണാൾഡ് ട്രംപ് അത് അംഗീകരിക്കുന്നുണ്ട്. 10 ഉപാധികൾ യുക്തിസഹമാണ്. 15 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്, അതിൽ 10 യുക്തിസഹമാണ് എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇറാനുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, അത് വൈകാതെ തന്നെ നടക്കുമെന്ന് പറഞ്ഞും വെക്കുന്നുണ്ട്. എന്തൊരു പറയുന്ന കാര്യങ്ങളിലുള്ള ഒരു വൈരുദ്ധ്യാത്മകതയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നാസർ? വിനീഷ, തീർച്ചയായിട്ടും. കാരണം ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് ഇറാന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, അതിൽ പലതും യുക്തിസഹമാണെന്ന് ഏറെക്കുറെ 24 മണിക്കൂർ മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അല്പം മുമ്പ് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രതികരണത്തിലും ട്രംപ് വ്യക്തമാക്കുന്നത് വളരെ യുക്തിസഹമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്നാണ്. പക്ഷേ എത്ര കണ്ട് യുക്തിസഹമെന്ന് ഈ 10 ഉപാധികളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാന്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടുകളാണ്. ഒന്ന്, ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. മറ്റൊന്ന്, ഇനി ഭാവിയിൽ ആക്രമിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകണം. വേറെ ഒന്നുള്ളത്, ഈ ഉപരോധവും അതോടൊപ്പം തന്നെ തങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചു വെച്ചതും അത് പൂർണ്ണമായിട്ട് തിരിച്ചു നൽകുകയും ഉപരോധം പിൻവലിക്കുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഹോർമസ് കടലിടുക്കിന് മേൽ ഇറാനുള്ള പരമാധികാരം സംരക്ഷിക്കണം എന്നതുൾപ്പെടെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഉപാധികളായിരുന്നു ഈ 10 നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ട്രംപ് പോലും അതിന് യുക്തിസഹം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെയും ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഒരു അന്തിമ ചർച്ചയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മറ്റന്നാൾ മുതൽ ഇസ്ലാമാബാദിൽ ചർച്ച നടത്താനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നതെന്ന് ട്രംപ് പോലും തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ട്രംപ് വ്യക്തമാക്കുന്നത് ലബനാൻ യുദ്ധവിരാമം എന്നത് അല്ലെങ്കിൽ ആ വെടിനിർത്തൽ ഇതിൻ്റെ ഭാഗമല്ല എന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ വീണ്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ട്രംപ് അതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം നടത്തുന്നതും. അതുമാത്രമല്ല, ഈ ഒരു ആക്രമണം ലബനാൻ ജനതയ്ക്ക് നേരെ തുടരുകയാണെങ്കിൽ തങ്ങൾ കയ്യും കെട്ടി നിൽക്കുകയില്ല, കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഒരുങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയം മാത്രമല്ല, IRGC എന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഇറാന്റെ സേന കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഈ രാത്രിയിൽ തന്നെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇന്ന് പകലും പല രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. അതുകൊണ്ട് ഈ
വെടിനിർത്തൽ എന്നത് ഈ 2 ആഴ്ചക്കാലം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ ആ സമാധാനത്തിലായിരുന്നു മേഖലയിലെ ജനതയും ലോകത്തെ സമ്പദ്ഘടനയോട് താല്പര്യമുള്ള എല്ലാവരും. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഈ വെടിനിർത്തലിനെ പരമാവധി അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ നേതൃത്വം ലബനാനിൽ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകൾ തുടരുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ ഈ സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മറ്റന്നാൾ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച സംബന്ധിച്ച ഒരു അനിശ്ചിതത്വം രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഹോർമസ് കടലിടുക്കിലൂടെ കപ്പലുകൾ സ്വതന്ത്രമായിട്ട് കടന്നു പോകാൻ സാധിക്കുമെന്ന ലോകരാജ്യങ്ങളുടെ ഒരു പ്രതീക്ഷ, അതിനെയും അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ ലബനാനിൽ നടത്തുന്ന ക്രൂരതകളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ തുടർ ചർച്ചകൾ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് നടക്കണമെങ്കിൽ മറ്റന്നാൾ വരെ സമയമുണ്ട്. അതിനിടയ്ക്ക് ഇനിയും സമയമുണ്ട്. ഇസ്രയേലിന് നേരത്തെയും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നതാണ്. ആ തരത്തിൽ ഹൂത്തികളുടെ പിന്തുണ ഇറാന് ലഭിക്കുന്നുമുണ്ട്. ഇറാൻ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഇനി എടുക്കുക? എന്തായിരിക്കും ഇറാന്റെ ഈ മുന്നറിയിപ്പിൽ, ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച മുന്നറിയിപ്പിൽ US-ന്റെ ഒരു പ്രതികരണം ഏത് രീതിയിലായിരിക്കും? വിനീഷ, ഇതിൽ വളരെ പ്രധാനമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും തങ്ങളുടെ വലിയൊരു യുദ്ധ വിജയമായിട്ടാണ് ഇറാൻ ജനത ഇതിനെ വിലയിരുത്തുന്നത്. മാത്രമല്ല, ആയിരങ്ങളാണെന്നിപ്പോൾ തെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് ആഹ്ലാദ നൃത്തം നടത്തുന്നത്, അല്ലെങ്കിൽ ആഹ്ലാദമായിട്ടുള്ള റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം തങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വ്യവസ്ഥകളുടെ പ്രകാരം തന്നെ ഒരു വെടിനിർത്തൽ വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടാണെങ്കിലും ഈ ഉപാധികൾ പിന്നെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റിന് സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് രൂപപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഇതിനെ വഴിയൊരുക്കിയത് ഹോർമസ് കടലിടുക്ക് തന്നെയാണ്. കാരണം ആ കടലിടുക്ക് മുഖേനയുള്ള കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും ഇറാനിൽ നിക്ഷിപ്തമായിരിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു കരാർ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഏറെക്കുറെ ട്രംപ് യുക്തിസഹം എന്ന് പറയുമ്പോൾ അക്കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും വലിയ ആശങ്കയുണ്ട്. കാരണം ഇതുവരെയും സ്വതന്ത്രമായിട്ട് യാതൊരു ചുങ്കവും കൊടുക്കാതെ ഈ കപ്പൽപാതയിലൂടെ ചരക്ക് കടത്ത് നടന്നു വന്നിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഇറാന് ചുങ്കം പിരിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നതെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ തന്നെ നൽകുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും ആക്രമണം വ്യാപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ അപ്രസക്തമായി മാറുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഹോർമസ് കടലിടുക്കിലെ പ്രതിസന്ധി മാത്രമായിരിക്കില്ല. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ബാബുൽ മന്ദബ് എന്ന ചെങ്കടലിലെ ആ കപ്പൽപാതയും അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം വരും. അത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ലോക സമ്പദ്ഘടനയെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതിനെ മറികടക്കണമെങ്കിൽ ഇപ്പോൾ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈജിപ്ത്, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ നടത്തിയ ആ മധ്യസ്ഥ നീക്കങ്ങളെ വിവിധ ലോകരാജ്യങ്ങൾ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ലോക രാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇസ്രായേലിനെ ഈ ലബനാൻ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടി വരും. അതിന് നെതന്യാഹുവിനെ ആ ഒരു നീക്കത്തിന് പ്രേരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തം. അതിന് ട്രംപ് തുനിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ എന്നത് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ അസ്തമിക്കാനാണ് സാധ്യത. മറ്റന്നാൾ ഇസ്ലാമാബാദിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം, അതിന് ഇപ്പോൾ 24 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അതിനു മുമ്പ് ഒരുപക്ഷെ ഇറാൻ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. എന്തായാലും ഈ വെടിനിർത്തൽ തകരാതിരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ഈജിപ്തും തുർക്കിയും ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംയമനം പാലിക്കണം, പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോടും ഇറാനോടും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിലും. താങ്ക് യു. MCA നാസറാണ് സമഗ്രമായി തന്നെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.